ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനൊക്കെ ഏറെ കുളിർമ പകരുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകളുടെ ഒരു നിര തന്നെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. വീടിന്റെ വിശേഷങ്ങളുമായി ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വെറും 4.25 സെന്റിലെ 995 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ടോട്ടൽ ഓൾ അറൗണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 19,22,619 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീടിന്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീടിന്റെ എലവേഷനിലെ ഒരു ലുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ തേപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് ഗ്രീൻ ഷെയ്ഡ് അവിടെ നൽകിയിട്ടുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ കുഞ്ഞു കുഞ്ഞു LED ലൈറ്റുകളും എല്ലാം നല്ല ഭംഗിയാക്കിയിട്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഈ ഒരു ഫ്രണ്ട് ഏജ് നൽകിയിരിക്കുന്നത്. നമ്മളിവിടുന്ന് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ നല്ല ഭംഗിയാക്കിയിട്ട് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 370-170 സൈസിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല 2 ക്യൂട്ടായിട്ടുള്ള വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിൽ ഇരിക്കാനുള്ള സിറ്റിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിൽ 2 സിംഗിൾ വിൻഡോകൾ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡോസും വിൻഡോസ് എല്ലാം തീർത്തിരിക്കുന്നത് മഹാഗണിയിലാണ്. അപ്പോൾ മെയിൻ ഡോറിലേക്ക് നോക്കിയാൽ നിങ്ങൾ വളരെ നോർമലായിട്ട് മിനിമലായ രീതിയിൽ നല്ല ഭംഗിയിൽ കളർ ചെയ്തിട്ട് മെയിൻ ഡോറും തീർത്തിട്ടുണ്ട്. 2 ഹാൻഡ് റെയിൽ, വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് വീട്ടിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 610-320 വരുന്ന ഒരു ഹോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിട്ടാനുള്ള രീതിയിൽ വിൻഡോകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ സീബ്ര ബ്ലൈൻഡ് കർട്ടൻസുകളാണ് നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടൊരു സെറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേബിളും ഈ ഒരു ചെയർസും നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഗൊക്കെ നോക്കി നല്ല ഭംഗിയാക്കിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെയറിന് കോസ്റ്റ് വരുന്നത് ഒന്നിന് 2,500 ആണ് കേട്ടോ വരുന്നത്. ടേബിളിന് വരുന്നത് 14,500 ആണ് വരുന്നത്. നല്ലൊരു ഡിസൈനിലുള്ളൊരു ഗ്ലാസ് ആണ്, മിൽക്കിൽ വരുന്ന ഗ്ലാസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നോക്കി ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് കൈയൊക്കെ വന്ന് കഴുകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു എലഗൻറ്റ് ലുക്ക് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ബാക്ക് ബോർഡ് ആണെങ്കിൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെ നോക്കി നിങ്ങൾ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. PVC ഷീറ്റ് കൊണ്ട് അലുമിനിയം ഫ്രെയിമിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഇട്ട് കൊടുത്ത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബേസിന് അവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ബാക്ക് ബോർഡ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ റൗണ്ട് മിററും ലൈറ്റിംഗ് ഒക്കെ നൽകിയിട്ട് ആ ഒരു വാഷിംഗ് യൂണിറ്റിന്റെ ഭാഗം നോക്കിയാൽ നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫ്ലോറിങ്ങിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾ ഫ്ലോറിൽ നല്ല ഭംഗിയിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 63 വരുന്ന ഗ്രാനൈറ്റിൽ വരുന്ന മാർബോണൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ.
ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്ന് കിച്ചണിലേക്കുള്ള ഡോറും ഒന്ന് ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമെന്റിന്റെ ടെക്സ്ചർ ചെയ്ത് അതിനുള്ളിൽ ബോക്സ് ചെയ്തിട്ട് നമ്മൾ പടുക്കുന്ന സമയത്ത് തന്നെ ബോക്സ് കൊടുത്തിട്ട് നമ്മൾ പുട്ടിയൊക്കെ വലിച്ചതിനുള്ളിൽ പെൻസിൽ കൊണ്ടൊക്കെ ഡ്രോയിങ് ചെയ്തിട്ട് കളർ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. അങ്ങനെ നല്ല ഭംഗിയിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്തിട്ടുള്ളവരുടെ കോൺടാക്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീടിൻ്റെ എഞ്ചിനീയറുടെ നമ്പറും അതുപോലെ വീട് കൺസ്ട്രക്ട് ചെയ്തവരുടെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. 340 330 വരുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. കാറ്റും വെളിച്ചമൊക്കെ കിടക്കാനുള്ള 2 സൈഡിൽ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. കബോർഡെല്ലാം ഇവിടെ PVC ഷീറ്റും ഉണ്ട്, അലുമിനിയം ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്. 140 220 സൈസിൽ വരുന്ന ഒരു ടോയ്ലറ്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് കോർണറിൽ ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. 150 180 സൈസിൽ വരുന്ന ഒരു ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ബെഡ്റൂമാണിത് കേട്ടോ. ഈ ഒരു സെക്കൻഡ് ബെഡ്റൂം വന്നിരിക്കുന്നത് 350 310 സൈസിൽ വരുന്നൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണ് കാണുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം ഒന്ന് കാണാം കേട്ടോ. ഇരുഭാഗത്തും ആർട്ടിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ സ്റ്റെയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇരുമ്പ് കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ ഇത് സ്റ്റെയർ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് കടക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുമ്പിലാണത്. അതിൽ നമ്മളെ ഈ ഒരു വീടിൻ്റെ കളർ ടോണിനോട് മാച്ച് ആവുന്ന രീതിയിൽ കളർ കൊടുത്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ്.
ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ആ ഒരു ഡൈനിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലെ കാഴ്ചയാണ് കാണാനുള്ളത്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. 480 330 സൈസിൽ വരുന്ന ഒരു വിശാലമായിട്ടുള്ള അത്യാവശ്യം സ്റ്റോറേജ് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂം വന്നിട്ടുണ്ട്. മുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ അല്ലാതെയും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. വാളിലൊക്കെ ഇട്ടിട്ടുള്ളത് ടൈലാണ്. നമ്മളെ കൗണ്ടർ ടോപ്പുകളിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിറകടുപ്പും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടാബിൾ കൊടുത്തിട്ടുണ്ട്. സിങ്ക് നല്ല സിമ്പിളായിട്ടുള്ള സിങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയാസാണ്. ഇപ്പം എല്ലാ കിച്ചണിലും കണ്ടുവരുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വെള്ളമൊക്കെ ഊറി വരിക. ഇതേപോലെ ചെയ്താൽ നമ്മൾ സിങ്കിന് മുകളിൽ ഇതേപോലെ സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നേരെ സിങ്കിലേക്ക് വീണോളും. നല്ലൊരു ഐഡിയാസ് തന്നെയാണ്. കൂടാതെ സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ് വരുന്ന ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീടിന്റെ ഹോം ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. Just focus on yourself first.